പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 1-ലെ മിസ്സലേനിയസ് എക്സസൈസ് ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഫസ്റ്റ് പാർട്ട് തൊട്ട് കാണുക കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എക്സസൈസുകളിൽ കാണുന്നതിന് മുൻപ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുക. അതിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ഞാൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് എക്സസൈസുകൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിസൈഡ് എമംഗ് ദ ഫോളോയിങ് സെറ്റ്സ് വിച്ച് സെറ്റ്സ് ആർ സബ്സെറ്റ് ഓഫ് വൺ ആൻഡ് അനദർ. അപ്പോൾ ഇവിടെ നമുക്ക് 4 സെറ്റുകൾ തന്നിട്ടുണ്ട്. സെറ്റ് എ, ബി, സി, ഡി. ഈ 4 സെറ്റുകളിൽ ഏതൊക്കെ സെറ്റുകളാണ് അടുത്തതിൻ്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെറ്റ് എ എന്താണെന്ന് നോക്കിയേ. A is equal to set of all x such that x belongs to R and x satisfies x square minus 8x plus 12 is equal to 0. B is equal to set 2, 4, 6. C is equal to set 2, 4, 6, 8 etc. D is equal to set 6. അപ്പോൾ ഇവിടെ ബിയും സിയും ഡിയും നമുക്ക് സെറ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ എ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്, ബാക്കിയൊക്കെ റോസ്റ്റർ ഫോമിലാണ് അല്ലേ. അപ്പോൾ എയും കൂടെ നമ്മൾ എങ്ങനെയാക്കണം? റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അതൊന്ന് നമുക്ക് എടുത്തെഴുതാം കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് സാറ്റിസ്ഫൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് എക്സ് എന്താണ് എന്ന് കണ്ടുപിടിക്കണം. സോൾവിങ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. ഇതിനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 8xനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. എങ്ങനെ ചെയ്യാം? എക്സ് സ്ക്വയർ, അതായത് നമ്മൾ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? പ്ലസ് 12 കിട്ടണം. അതിനെ തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് 8 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം -6 -2 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് -8 കിട്ടും. -6 -2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് +12 കിട്ടും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 6x മൈനസ് 2x പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. ഈ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ താഴെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇവിടുന്ന് എക്സ് കോമൺ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് കോമൺ എടുത്താൽ ബാക്കി എക്സ്, ഇവിടുന്ന് എക്സ് എടുത്താൽ ബാക്കി 6 മൈനസ് ഇവിടെ നിന്ന് നമുക്ക് 2 കോമൺ എടുക്കാം. ബാക്കി എന്ത് വരും? ബ്രാക്കറ്റിന് വെളിയിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ സൈനും നെഗറ്റീവായിട്ട് മാറും. ഇസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ 2 എടുത്തൊന്നും നമുക്ക് എക്സ് മൈനസ് 6 കോമൺ എടുക്കാം. ബാക്കി അപ്പോൾ എന്തുണ്ട്? എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 0, സോ എക്സ് ഈസ് ഈക്വൽ ടു 6. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0, സോ എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് നമുക്ക് 6 എന്നും 2 എന്നും കിട്ടി. ദെയർഫോർ എ എന്തായിരിക്കും? അപ്പം എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 6. എ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ബിയും സിയും ഡിയും ഒന്ന് എടുത്തെഴുതാം കേട്ടോ, അപ്പോൾ എഴുതാൻ എളുപ്പമായിരിക്കും. ദസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 6. ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 2, 4, 6. സി ഈസ് ഈക്വൽ ടു 2, 4, 6, 8 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 6. ഇനി അപ്പോൾ നമുക്ക് 4 എണ്ണവും കിട്ടി. ഇനി ഇതിൽ ഏതൊക്കെ സെറ്റുകളാണ് അടുത്തതിൻ്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സെറ്റ് എ നമുക്ക് നോക്കാം. എ നോക്കിയേ, എയിൽ 2ഉം 6ഉം ഉണ്ട്. ഈ 2ഉം 6ഉം വരുന്ന വേറെ ഏതൊക്കെയുണ്ട്? ഇതാ ബിയിൽ വരും അല്ലേ. ബിയിൽ 2ഉം 6ഉം ഉണ്ട്. അപ്പോൾ എ ബിയുടെ എന്താണ്? സബ്സെറ്റ് ആണ്. അപ്പോൾ എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. പിന്നെ നോക്കിയാൽ ഇനി സിയിലുണ്ടോ? സിയിൽ എന്താ? 2ഉം 6ഉം ഉണ്ട് അല്ലേ. അപ്പം എ സിയുടെയും സബ്സെറ്റ് ആണ്. അപ്പോൾ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് സി, പക്ഷേ ഡിയുടെ സബ്സെറ്റ് അല്ല. ഇനി അടുത്ത് നമ്മൾ ഓരോന്നും എടുത്ത് ഓരോന്നിൻ്റെതുമാണോ എന്ന് നോക്കുക കേട്ടോ. ഇനി ബി എടുക്കുമ്പോഴോ? ബി എയുടെ സബ്സെറ്റ് ആകുമോ? ഇല്ല. ബിയിൽ 4 ഉണ്ട്, പക്ഷേ എയിൽ 4 ഇല്ല. ഇനി ബി സിയുമായിട്ട് നോക്കിയാലോ? 2, 4, 6 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. ഡിയുടെ സബ്സെറ്റ് അല്ല.
ഇനി സി എടുത്താലോ? സി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് സി ഒരെണ്ണത്തിൻ്റെയും സബ്സെറ്റ് ആയിട്ട് വരത്തില്ല അല്ലേ? എന്തുകൊണ്ടാണ്? 2 4 6 8 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ബാക്കി എല്ലാത്തിലും 2ഉം 3ഉം എലമെന്റ്സ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സി ഒന്നിൻ്റെയും സബ്സെറ്റ് ആയിട്ട് വരത്തില്ല. ഇനി ഡി എടുത്താലോ? ഡിയിൽ 6 മാത്രമേ ഉള്ളൂ. 6 എയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തെഴുതാം? ഡി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. അതേപോലെ ബിയുടെയും സബ്സെറ്റ് ആണ് അല്ലേ? ഡി ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അതേപോലെ സിയുടെയും സബ്സെറ്റ് ആണ്. ഡി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി. മനസ്സിലായല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.